ഷോറൂമിലെ തിരക്കുകളിൽ നിന്ന് മാറി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വീട്ടുകാർക്കായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അനഘയുടെ മനസ്സിൽ ഒരു പ്രത്യേക പരവശമുണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ മുന്നിൽ ഗൗരവത്തോടെ പാഠങ്ങൾ പകർന്നു നൽകിയിരുന്ന സിദ്ധാർത്ഥ മാഷ് ഇന്ന് തൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്നു. ആ മാറ്റം നൽകുന്ന ഒരു ബഹുമാനം അവളുടെ ഓരോ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. മാഷിനിത് തന്നെയാണ് ചേരുന്നത്. ഒരു പ്രത്യേക ഗമയുണ്ട് ഇതിന്. അനഘ ഒരു സാൻഡൽവുഡ് നിറത്തിലുള്ള സിൽക്ക് ഷർട്ടും കസവുള്ള പട്ടുമുണ്ടും ശങ്കരൻ മാഷിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. തൻ്റെ മകൻ്റെ പ്രിയപ്പെട്ടവൾ ഇനി സ്വന്തം മകളായി വരാൻ പോകുന്നത് തന്നെ സ്നേഹത്തോടെ വസ്ത്രം തിരഞ്ഞെടുത്തപ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു. എൻ്റെ മോളുടെ സെലക്ഷൻ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥയുടെ അമ്മക്കായി സിദ്ധാർത്ഥ തന്നെ മുന്നോട്ടിറങ്ങി. ഒരു പീകോക്ക് ബ്ലൂ നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയാണ് അവൻ തിരഞ്ഞെടുത്തത്. അമ്മയ്ക്ക് ഈ നീല നിറം അത്രയ്ക്കും ചേരും. അച്ഛൻ ഒരുപാട് എടുത്തു കൊടുത്തതും ഈ നിറം തന്നെയാണ് എന്നവന് ഓർമ്മ വന്നു. അനഘയുടെ ചുവപ്പ് സാരിക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ ആയിരിക്കും, സിദ്ധാർത്ഥ പറഞ്ഞപ്പോൾ അനഘ നാണത്തോടെ തല താഴ്ത്തി. ആ നീലപ്പൊട്ടിലെ കരകൾ അമ്മയുടെ തനിമക്ക് മാറ്റുകൂട്ടി. സിദ്ധാർത്ഥൻ്റെ അനിയനെ രുദ്രന് വേണ്ടി അനഘ നേരത്തെ തന്നെ ഒന്ന് മാറ്റിവെച്ചിരുന്നു. ഒരു ഡാർക്ക് ഗ്രേ നിറത്തിലുള്ള സ്റ്റൈലിഷ് ഷർട്ടും സിമ്പിളായിട്ടുള്ള ഒരു മുണ്ടും. എൻ്റെ ഏട്ടത്തിയമ്മയ്ക്ക് എന്നെ നന്നായി അറിയാമെന്ന് വിചാരിക്കുന്നു. ഷർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ രുദ്രൻ്റെ ആവേശം കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. പിന്നീട് പ്രിയപ്പെട്ടവന് ഒടുവിൽ എല്ലാവരും കൂടി ചേർന്ന് സിദ്ധാർത്ഥിനെ ഉറപ്പിച്ചത് ഒരു ക്രീം ആൻഡ് ഗോൾഡ് ജോധ്പുരി ഷെർവാണിയാണ്. അത് അണിഞ്ഞു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അനഘയുടെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി നിന്നു. തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഇന്ന് തൻ്റെ പ്രാണനായി. ആ ചുവപ്പും ക്രീമും ചേർന്ന കോമ്പിനേഷൻ അവരുടെ പുതിയ ജീവിതത്തിൽ നിറക്കൂട്ടങ്ങളായി ആ നിമിഷം അവർക്ക് തോന്നി. ബില്ലടിക്കുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് അനഘയുടെ അരികിലേക്ക് നീങ്ങി. തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയിൽ നിന്ന് ജീവിത സഖിയിലേക്ക് അവളുടെ വളർച്ച അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. എങ്ങനെയുണ്ട് മാഷെ എൻ്റെ സെലക്ഷനുകൾ? അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇഷ്ടപ്പെട്ടു അല്ലേ? അനഘ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എൻ്റെ സെലക്ഷൻ ഇത്ര മനോഹരമായ സ്ഥിതിക്ക് തൻ്റെയും സെലക്ഷൻ മോശമാകാൻ വഴിയില്ലല്ലോ. പിന്നീട് അപ്പച്ചിയും മക്കളും ഒരു പർപ്പിൾ കളർ കാഞ്ചീപുരം സാരി സെലക്ട് ചെയ്തു കൊടുത്തു. സമയം 5 മണി. എല്ലാവരും കയ്യിലുള്ള ഓരോ ബാഗുകളുണ്ട്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് എല്ലാവരും സെറ്റ് സിറ്റി ഹോട്ടലിലേക്ക് കയറി. അവിടെ അൽഫാം മന്തിയും കഴിച്ചിറങ്ങി. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരാനിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അനഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും ഉള്ളിൽ വിരിഞ്ഞത്. അപ്പോൾ തന്നെ എല്ലാവരും കാറിൽ കയറി. അനഘയുടെ വീട്ടിലേക്ക് സിദ്ധാർത്ഥ് അനഘയെ ഡ്രോപ്പ് ചെയ്തു. സ്റ്റേഷൻ പരിസരത്തെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി വൈദേഹി രുദ്രൻ്റെ ക്യാബിനിലേക്ക് ധൃതിയിൽ കയറി ചെന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യം, ചുണ്ടുകളിൽ പരിഭവം വിറച്ചു നിന്നിരുന്നു. എന്താ രുദ്രൻ IPS ഓഫീസറുടെ വിചാരം? കൈകൾ നെഞ്ചിൽ കെട്ടി അവൾ ഗൗരവത്തോടെ ചോദിച്ചു. ഓരോ നിസ്സാര കാര്യങ്ങളും പറഞ്ഞ് എന്നെ സ്റ്റേഷനിലേക്ക് വരുത്താൻ നിങ്ങൾക്ക് മടുപ്പില്ലേ? എല്ലാ കേസും നിഷ്പ്രയാസം തെളിയിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇത്ര വലിയ പാടാണോ തെളിയിക്കാൻ? അതോ ഇതിനു പിന്നിൽ വേറെ വല്ല ഉദ്ദേശവുമുണ്ടോ? രുദ്രൻ തൻ്റെ കസേരയിൽ അല്പം പിന്നിലേക്ക് ആഞ്ഞിരുന്നു. ആ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. യൂണിഫോമിനുള്ളിൽ കടുപ്പക്കാരനായ ഓഫീസറല്ല, മറിച്ച് പ്രണയം നിറഞ്ഞ കണ്ണുകളുള്ള ഒരു യുവാവായിരുന്നു അപ്പോൾ അയാൾ. അവളുടെ പരിഭവം നിറഞ്ഞ മുഖം കാണും തോറും അവളോടുള്ള ഇഷ്ടം ഇരട്ടിക്കുകയാണ്. എൻ്റെ ചേട്ടൻ്റെ വിവാഹത്തിന് ഇനി ഒരാഴ്ചയുള്ളൂ വൈദേഹി, അവൻ ശബ്ദം താഴ്ത്തി സാവധാനം പറഞ്ഞു. ആ കല്യാണത്തിന് ഒരാളെ കൂടി ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്നോടെന്തിനാ ഇതെല്ലാം പറയുന്നത്? നിങ്ങൾ പോയി ക്ഷണിച്ചോളൂ, അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ഷണിക്കുന്നത് വെറുമൊരു അതിഥിയായിട്ടല്ല വൈദേഹി, കല്യാണ പന്തലിൽ എൻ്റെ വധുവായി വന്നിരിക്കാനാണ്. എനിക്ക് ഈ വൈദേഹി ടീച്ചറെ ഒരുപാട് ഇഷ്ടമാണ്. പ്രതീക്ഷിക്കാതെ ആ വാക്കുകൾ കേട്ട് വൈദേഹിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവളുടെ ആ പതർച്ച പുറത്തു കാണിക്കാതെ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങി നടന്നു. അവളുടെ മനസ്സിലപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളാണ്. പക്ഷെ ഓരോ ചുവടിലും രുദ്രൻ്റെ വാക്കുകൾ ഒരു പ്രണയമന്ത്രം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് രുദ്രൻ നേരെ പോയത്
വൈദേഹിയുടെ അച്ഛൻ മാധവൻ മാഷിൻ്റെ അടുത്തേക്കാണ്. ഉമ്മറത്ത് പത്രം വായിച്ചിരുന്ന മാഷിന് അരികിൽ വിനയത്തോടെ അവൻ വന്നു നിന്നു. മാഷെ, എനിക്ക് വൈദേഹിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. മാഷിനിത് സമ്മതമാണോ? മാധവൻ മാഷ് തൻ്റെ കണ്ണട ഒന്ന് താഴ്ത്തി വെച്ച് രുദ്രനെ നോക്കി. ഗൗരവക്കാരനായ പോലീസ് ഓഫീസറുടെ ഉള്ളിൽ വിനയം മാഷിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. നിന്റെ വീട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ട് വാ രുദ്രൻ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ, മാഷ് പുഞ്ചിരിയോടെ മറുപടി നൽകി. മനസ്സിൽ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച സന്തോഷത്തോടെ രുദ്രൻ സ്വന്തം വീട്ടിലെത്തി. സിദ്ധാർത്ഥിൻ്റെ വിവാഹ തിരക്കിലായിരുന്നു ആ കുടുംബം. ശങ്കരൻ മാഷും ലക്ഷ്മി അമ്മയും അപ്പോഴും അതിൻ്റെ തിരക്കിലുമാണ്. അച്ഛാ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പൊതുവെ അവൻ കേസിൻ്റെ കാര്യമാണ് അവരോട് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതവർക്ക് വലിയ കാര്യമായി തോന്നിയില്ല. രുദ്രൻ്റെ ഗൗരവം കണ്ട് അവർ ജോലി നിർത്തി അവനെ ശ്രദ്ധിച്ചു. എന്താടാ, വല്ല കേസിൻ്റെയും കാര്യമാണോ? ശങ്കരൻ മാഷ് അവനോടായി ചോദിച്ചു. അല്ല അച്ഛാ, ഇത് എൻ്റെ കാര്യമാണ്. എനിക്ക് മാധവൻ മാഷിൻ്റെ മകൾ വൈദേഹിയെ ഇഷ്ടപ്പെട്ടു പോയി. അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ലക്ഷ്മിയമ്മയുടെ മുഖത്ത് സന്തോഷം പൂത്തുലഞ്ഞു. ഇതാണോ ഇത്ര വലിയ കാര്യം? നീ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതമില്ലാതിരിക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, നമുക്ക് ഉടനെ അങ്ങോട്ട് തന്നെ പോകാം. വീണ്ടും ഒരു ശുഭവാർത്ത കൂടി ആ വീടിൻ്റെ അകത്തളങ്ങളിൽ സന്തോഷം നിറച്ചു. അന്ന് രാത്രി തൻ്റെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് രുദ്രൻ തൻ്റെ മീശ ഒന്ന് പിടിച്ച് ചുണ്ടിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ വൈദേഹി ടീച്ചർ ഇനി രുദ്രന് സ്വന്തം, അവൻ സ്വയം പറഞ്ഞു. പിന്നെന്തിനാ അമ്മ ഇനി ഒരു മാസം കൂടി കാത്തിരിക്കുന്നത്? സിദ്ധാർത്ഥിൻ്റെ ആവശ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണത്തിൻ്റെ കൂടെ തന്നെ രുദ്രൻ്റെ നടത്തിയാൽ പോരെ? ഒരേ പന്തലിൽ ഒരേ മുഹൂർത്തത്തിൽ രണ്ടാളുടെയും മിന്നുകെട്ട്, അതല്ലേ ഒരു രസം? ലക്ഷ്മിയമ്മ ഒന്ന് അമ്പരന്നു. അതെങ്ങനെയാടാ ശരിയാവുക? നമ്മളെല്ലാം നിൻ്റേത് നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ, പെട്ടെന്ന് ഇങ്ങനെ മറ്റുള്ളവരോട് മാറ്റി പറയുക? അതിനെന്താ അമ്മേ? ശങ്കരൻ മാഷ് ഇടപെട്ടു. എല്ലാവരും കല്യാണത്തിന് വരുമ്പോഴൊന്ന് രണ്ട് ജോഡികളെ കണ്ട് സന്തോഷിക്കട്ടെ ലക്ഷ്മി. രുദ്രൻ്റെ മനസ്സിലാളുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കേണ്ടതില്ല. മാഷിൻ്റെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ ആ തീരുമാനത്തിന് ജീവൻ വെച്ചു. ശങ്കരൻ മാഷും ലക്ഷ്മിയമ്മയും സിദ്ധാർത്ഥും രുദ്രനും കൂടി വൈദേഹിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നഗരത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി പച്ചപ്പും തണുപ്പും പുതച്ചു നിൽക്കുന്ന ഒരു പറമ്പിന് നടുവിലായിരുന്നു മാധവൻ മാഷിൻ്റെ വീട്. ഓടിട്ട പഴയ തറവാടിൻ്റെ ഗാംഭീര്യവും ആധുനികതയുടെ മിനുക്കുപണികളും ചേർന്ന ഒരു മനോഹരമായ വീട്. മുറ്റത്ത് പൂത്തു നിൽക്കുന്ന ചെത്തിയും മന്ദാരവും അതിഥികളെ വരവേറ്റു. ഉമ്മറത്തെ തടി കൊണ്ടുള്ള വലിയ തൂണുകളും ചാരുപടിയും ആ വീടിന് ഒരു പ്രത്യേക ഐശ്വര്യം നൽകുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ട് മാധവൻ മാഷ് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ശങ്കരൻ മാഷിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിസ്മയവും സന്തോഷവും വിരിഞ്ഞു. ശങ്കരൻ മാഷെ, നമ്മൾ എത്ര കാലത്തിന് ശേഷമാണ് കാണുന്നത്? മാധവൻ മാഷ് ഓടി വന്ന് കൈ പിടിച്ചു. പഴയ സഹപ്രവർത്തകരുടെ ആ ഒത്തുചേരൽ അവിടുത്തെ അന്തരീക്ഷത്തെ കൂടുതൽ ഊഷ്മളമാക്കി. അകത്തേക്കിരിക്കൂ മാഷെ. എല്ലാവരെയും സ്വീകരിച്ച് അകത്തെ ഹാളിലേക്ക് ഇരുത്തി. തേക്കുതടിയിൽ തീർത്ത ഫർണിച്ചറുകളും ചുവരിലെ പഴയ ചിത്രങ്ങളും ആ വീടിനൊരു ശാന്തത പടർത്തി. മാധവൻ മാഷ് അകത്തേക്ക് നോക്കി വിളിച്ചു. അംബികെ, വൈദേഹി ഒന്ന് വിളിച്ചേ. അതിഥികൾ എത്തിയിട്ടുണ്ടെന്ന് പറ അവളോട്. അല്പസമയത്തിന് ശേഷം വൈദേഹി പുറത്തേക്ക് വന്നു. ഒരു മജന്ത കളർ സാരിയായിരുന്നു അവളുടെ വേഷം. കണ്ണുകളിൽ കരിമഷി പടർത്തി നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും തൊട്ട് മുടി ഒതുക്കി കെട്ടി അവൾ വരുമ്പോൾ ഒരു ഐശ്വര്യ ലക്ഷ്മിയെപ്പോലെ തോന്നി എല്ലാവർക്കും. കയ്യിൽ ജ്യൂസ് ഗ്ലാസുകൾ വെച്ച് ട്രേയുമായാണ് അവൾ വരുന്നത്. ഒരു കോളേജ് അധ്യാപികയാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പെണ്ണു കാണൽ ചടങ്ങിൽ അവൾ പങ്കെടുക്കുന്നത് തന്നെ. 24-കാരി അവളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വെപ്രാളം നിറഞ്ഞു നിന്നു. കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കായി ജ്യൂസ് നൽകുമ്പോൾ അവൾ തലയൊന്നുയർത്തി നോക്കാൻ പോലും മടിച്ചു. ശങ്കരൻ മാഷിനും ലക്ഷ്മിയമ്മക്കും ജ്യൂസ് നൽകി അവൾ രുദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി. രുദ്രൻ അവളെ ഒന്ന് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ കാന്തിക നോട്ടം കണ്ടതും വൈദേഹിയുടെ നെഞ്ചിടിപ്പ് താളം തെറ്റി. ആലില പോലെ വിറക്കുന്നുണ്ട് അപ്പോഴും അവൾ. എന്തിനാ ഇങ്ങനെ നീ വിറക്കുന്നത്? രുദ്രൻ പതുക്കെ അവളോട് മാത്രം കേൾക്കത്തക്ക രീതിയിൽ കുസൃതിയോടെ മുഴഞ്ഞു. ഞാൻ പോലീസുകാരനാണെങ്കിലും നിന്നെ പിടിച്ച് ജയിലൊന്നും ഇടില്ലല്ലോ.
അതു കേട്ട് അവളൊന്ന് പതറിപ്പോയെങ്കിലും ചുണ്ടിൽ ഒരു നനുത്ത ചിരി വിരിഞ്ഞു. ലക്ഷ്മി അമ്മക്ക് അവളെ കണ്ടപ്പോൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ശങ്കരൻ മാഷും മാധവൻ മാഷും പഴയ കാര്യങ്ങൾ സംസാരിച്ച് ചിരിക്കുമ്പോൾ അവിടെ മറ്റൊരു മനോഹരമായ ബന്ധത്തിന് കൂടി ശുഭാരംഭമാവുകയായിരുന്നു. 2 കല്യാണവും ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ നടക്കാൻ 2 കുടുംബങ്ങളും ചേർന്ന് തീരുമാനിച്ചു.